അവർ രണ്ടുപേരെയും ഹനിച്ചതിന് ശേഷം ഒറ്റ ചാട്ടാണ് കംസൻ ഇരിക്കുന്നിടത്തേക്ക് കംസനെയും കൊന്നു. നിങ്ങൾ കേൾക്കണുണ്ടോ കൂട്ടരെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉഗ്രസേന സുതഃ കംസഃ പരിത്യക്തഃ സ ബാന്ധവൈഃ. അദ്ദേഹത്തിൻ്റെ കൊടും ക്രൂരത ഒറ്റ ആൾക്ക് ഇഷ്ടമായില്ല. എല്ലാ ബന്ധുബാന്ധവന്മാരും അദ്ദേഹത്തിനെ പരിത്യജിച്ചു. ജ്ഞാതീനാം ഹിതകാമേന ആ ഉഗ്രസേനെ പിടിച്ച് ജയിലിൽ വെച്ചു. ലോകത്തിൽ ഒരാളും ചെയ്യാത്തതാ. നമ്മുടെ ഹിന്ദുക്കൾ പരിപാലിക്കുന്ന ധർമ്മത്തിന് തീരെ യോജിക്കാത്തതാ. അച്ഛനെ പിടിച്ച് ജയിലിൽ വെച്ച് മകൻ രാജ്യം ഭരിക്കുക. ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല, ഉണ്ടായിട്ടുമില്ല. എന്നാലും കംസൻ അതിനൊരു എക്സെപ്ഷൻ, ഒരു വിട്ടുവീഴ്ച, ഒരു അപവാദമായിരുന്നു. അപ്പം അതിനെല്ലാം വേണ്ടി എന്ത് ചെയ്തു? ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, കുട്ടിയായിരുന്നു. എന്നാലും മയാ ശസ്തോ മഹാമൃതേ, യുദ്ധത്തിൽ അങ്ങോട്ട് കൊന്നു ഞാൻ. അനുഭവത്തോടു കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സദസ്യരെ, നിങ്ങൾ ഗ്രഹിക്കണം ഇത്. ചെറിയ കുട്ടിയായിരിക്കുന്ന ഞാൻ, എൻ്റെ അമ്മാമൻ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ഭരിക്കുന്നതോ ആയ ഒരു രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ എല്ലാവരുടെയും നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ഞാൻ തന്നെ കൊന്നു അമ്മാമനെ. ഇതിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാനിവിടെ പാണ്ഡവ പക്ഷം പിടിച്ച് വെറും ഒരു ദൂത് പറയാൻ വന്നതല്ല. ശാന്തി സന്ദേശത്തിന് വന്നിരിക്കണു എന്നുള്ളത് ശരി. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്, എൻ്റെ ചരിത്രമുണ്ട്, എൻ്റെ വീക്ഷണമുണ്ട്, എൻ്റെ ആദർശമുണ്ട്. ആ ആദർശം ഞാൻ നിങ്ങളുടെ മുൻപിൽ കുറച്ചൊന്ന് പറയട്ടെ. കംസമേകം പരിത്യജ്യ കുലാർത്ഥേ സർവയാദവാഹ സംഭൂയ സുഖമേധന്തേ ഭാരത അന്ധകവൃഷ്ണയ. കംസമേകം പരിത്യജ്യ, ആ ഒരൊറ്റ അമ്മാവനെയാണ് ഞങ്ങൾക്ക് ത്യജിക്കേണ്ടി വന്നത്. ആ അമ്മാവനെ അങ്ങോട്ട് ത്യജിച്ചപ്പോൾ ആ കുലമാകെ സമാധാനവും ശാന്തിയും സമൃദ്ധിയുമായി. ലോകം വിചിത്രമാണ്. ആ ലോകത്തിൻ്റെ പോക്കിൽ നിറഞ്ഞ ഒരു കുടുംബത്തിൽ ഒരു മുട്ടാളനോ ഒരു മൂർഖനോ ഉണ്ടായി എന്ന് വരാം. ആ മൂർഖനെ ചൊല്ലി ആ കുടുംബം മുഴുവൻ പരിതപിച്ചിങ്ങനെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാര്യം സ്വജനങ്ങൾ എന്നുള്ള പാശം, സ്നേഹം, മമത നമുക്കൊക്കെ ഉണ്ടാവാം. ആ സ്നേഹത്തിന് മീതെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ബുദ്ധിയുള്ളപ്പോൾ. ആ സ്വജനം കുടുംബത്തിന് നല്ലവനോ ചീത്തയോ? നല്ലവനല്ല എന്ന് കഴിഞ്ഞ് തീർച്ചയാക്കിയാൽ അങ്ങോട്ട് വിട്ടേക്കൂ. ഡോ, കുടുംബത്തിൽ നിന്ന് പുറത്തേക്കാ പോവുക, പൊക്കോളൂ. നമ്മുടെ ഒരു വിരൽ മുറിച്ച് കാലിനെയും ശരീരത്തിനെയും നമ്മൾ രക്ഷിക്കാറില്ലേ? കാലിൻ്റെ മുട്ടുവരെ മുറിച്ച് പുതിയ കാല് വെച്ച് നമ്മൾ നടന്നു കഴിഞ്ഞുകൂടാറില്ല. അതുപോലെ ഒരു കുടുംബത്തിലൊരു കുടുംബാംഗം കുടുംബത്തിന് മുഴുവൻ പുണ്ണായി എന്ന് വന്നാൽ ആ ആളെ ഉപേക്ഷിക്കണം എന്നാണ് ധർമ്മം. കംസമേകം പരിത്യജ്യ കുലാർത്ഥേ സർവയാദവാഹ. ആ കുലം മുഴുവനും യാദവകുലം സംഭൂയ സുഖമേധന്തേ ഭാരത അന്ധകവൃഷ്ണയ. എല്ലാ യാദവന്മാരും അന്ധകന്മാരും വൃഷ്ണികളും എല്ലാവരും തന്നെ ആ കംസൻ്റെ മരണാനന്തരം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ കംസനെ ഒഴിവാക്കിയത് ആരാ? ഞാനാണ്. ഞാൻ അന്ന് ചെറുപ്പാണ്. നിങ്ങൾക്കാണെങ്കിലോ ഇത്ര വയസ്സായി, പ്രായവുമായി. ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ എന്താ ഇത്ര താമസം, എന്താ ഇത്ര മടിയെന്നാ ചോദിക്കണേ കൃഷ്ണൻ. എത്ര നേരമായി ഞാൻ സംസാരിക്കണം, നിങ്ങളും സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഈ ദുര്യോധനൻ തൻ്റെ നിലപാട് ഒരു പൊടിക്ക് മാറ്റണില്ല. അപ്പം അവൻ്റെ ഉദ്ദേശം എന്താ? ഈ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കണം എന്നാ. നാശം തീർച്ചയാണ്. ഈ നാശം കണ്ടുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ത്യജേത് കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. ഇത് നമ്മുടെ മന്ത്രിസഭ, പാർലമെൻറ്റ്, പ്രധാനമന്ത്രിയുടെ ആഫീസ്, മുഖ്യമന്ത്രിമാർ സർവ്വസ്ഥലത്തും എഴുതി വയ്ക്കേണ്ട ഒരു ശ്ലോകമാണിത്. ഭാരതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ത്യജേത് കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. എനിക്ക് തോന്നുക 1 മണിക്കൂർ നേരം ഞാൻ ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ അവിടെ പറയണത്? ത്യജേത് കുലാർത്ഥേ പുരുഷം. ഒരു നിറഞ്ഞ കുലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി കൊള്ളരുതാത്തവനാണ്, അവനെ ചൊല്ലി ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ
ആ വ്യക്തിയെ, ആ പുരുഷനെ കുലത്തിന് വേണ്ടി, കുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വെടിയണം, വിടണം, ഉപേക്ഷിക്കണം. അവിടം കൊണ്ട് നിൽക്കണില്ല നമ്മുടെ ത്യജനം എന്ന് പറയുന്ന ആ ശാസ്ത്രം, ആ ത്യജനശീലം. ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത്. അനവധി വീടുകളും കുലങ്ങളും ഒന്നിച്ചു ചേരുന്നതാണ് വലിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടുംബം പിഴച്ചു, മറ്റുള്ളവരെ ഉപദ്രവിക്കണു, അവർക്ക് തകരാറാണെന്ന് വന്നാൽ ആ കുലത്തിനെ, ഗ്രാമത്തിന് വേണ്ടി ത്യജിക്കണം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾക്ക് ഗ്രഹണം മാത്രമേ ഉള്ളൂ കയ്യിൽ. എല്ലാവരെയും കെട്ടിപ്പൊത്തിക്കോളൂ, എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ കെട്ടിപ്പൊത്താനുള്ള കുട്ടികളിൽ ഏതെങ്കിലും ഒന്ന് തകരാറിൽ വന്നാലോ നിങ്ങൾ എന്തു വേണം? എനിക്കൊരു എഴുത്ത് വന്നിരിക്കുക. ആ എഴുത്തിൽ എന്താ വർത്തമാനം? സ്വചരിത്രം പറഞ്ഞിരിക്കുകയാണ് ഒരാൾ. ആ ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് പറയുകയാണ്, സ്വാമിജി, ഞാൻ കല്യാണം കഴിച്ചു, ഭർത്താവോട് കൂടി ജീവിച്ചു, അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, സഹിച്ചങ്ങനെ പോയി, അങ്ങനെ അങ്ങോട്ട് നടന്ന് സഹിക്കാൻ പറ്റാത്തൊരു നിലയൊക്കെ വന്നു. അവസാനം എൻ്റെ മകള് പറയുക, അച്ഛനുള്ള സ്ഥലത്ത് ഞാൻ ജീവിക്കില്ല എന്ന്. അച്ഛനുണ്ടെങ്കിൽ ഞാൻ ജീവിക്കില്ല, ഞാൻ ഇവിടുന്ന് പോവും എന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ എന്ത് ചെയ്തു? മകളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് കിടന്നു എന്ന് ഒരമ്മ പറയുക. ഇതിപ്പോൾ മഹാഭാരതത്തിൽ പറഞ്ഞ കാര്യമല്ല, ആധുനികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ജീവിക്കുന്ന ആൾക്കാർ എനിക്ക് എഴുതിയിട്ടുള്ള എഴുത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടർ ജീവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട നയനിർദ്ദേശങ്ങളും സമാധാനവും തരണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണല്ലോ. ത്യജേത് കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ. ഗ്രാമം ജനപദസ്യാർത്ഥേ. ഒരു രാജ്യത്തിന് വേണ്ടി, വിശാലമായ നാട് ദേശത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം. അതും കഴിഞ്ഞ് നമ്മുടെ ഉപേക്ഷ നിൽക്കുന്നില്ല. ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. നമ്മുടെ അന്തരാത്മാവിന് വേണ്ടി ഈ ഭൂമിയെ മുഴുവനും ഉപേക്ഷിക്കാം. അതാണ് ഞങ്ങൾ സന്യാസിമാർ ചെയ്യുന്നത്. ഭൂസന്യസ്തം മയ, ഭുവസന്യസ്തം മയ, സുഖസന്യസ്തം മയ. എല്ലാം ഉപേക്ഷിച്ചു, അച്ഛനമ്മമാരെ വിട്ടു, അവർക്ക് പിതൃതർപ്പണം ചെയ്യില്ല. ഞങ്ങളുടെ ശരീരം വീണാൽ ഞങ്ങൾക്കും വേണ്ട പിതൃതർപ്പണം. പഞ്ചഭൂതങ്ങളോട് മര്യാദ പറഞ്ഞ്, ആദരവ് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ ത്യാഗപട്ടിക ചില്ലറ കാര്യങ്ങളിൽ ഭൗതികത്തിൽ നിൽക്കണമെന്ന് വിചാരിക്കരുത്. മനസ്സിലാണ് ഈ ത്യാഗം. ആ മനസ്സിലുള്ള എല്ലാ സാധനങ്ങളെയും ഉപേക്ഷിക്കുകയാണ്. ത്യജേത് കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഇതാണ് നമ്മുടെ ഭാരതാംബയുടെ ആഹ്വാനം, ഭാരത ജനനിയുടെ ആഹ്വാനം. നമ്മുടെ സംസ്കാരം പേഴ്സോണിഫൈഡായിട്ട് വന്നു നിന്നാൽ നിങ്ങളോട് പറയുന്നത് ഇതാണ്. നിങ്ങൾ കുലുങ്ങരുത്, പതറരുത്. എല്ലാറ്റിനുമുണ്ട് ഒരു പ്രതിവിധി. എന്തു തന്നെ വന്നോട്ടെ, നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഭവമാണിത്. ആ മനസ്സിനെ കവച്ചു വയ്ക്കുന്ന ഒരു വിഭവമില്ല. അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അതുതന്നെയാണ് ദൈവം, അതുതന്നെയാണ് ആത്മാവ്, അതുതന്നെയാണ് ബ്രഹ്മം. മനസ്സ് ചേതനാമയമാണ്. ചേതന ഒന്നേ ഉള്ളൂ. അതിനെയാണ് ആത്മാ ബ്രഹ്മം ഭഗവാൻ എന്ന് പറയുന്നത്. ആ മനസ്സിന് എന്തുമാത്രം ശക്തിയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ് അവസാനമായിട്ട്, രാജൻ ദുര്യോധനം ബദ്ധ്വാ തതഃ സംശാമ്യ പാണ്ഡവൈഹി. ധൃതരാഷ്ട്ര മഹാരാജാവേ കേട്ടോളൂ, അങ്ങക്ക് കണ്ണല്ലേ കാണാതെ ഇരിക്കുന്നുള്ളൂ, ചെവി അടഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറയണത് കേൾക്കൂ. രാജൻ ദുര്യോധനം ബദ്ധ്വാ തതഃ സംശാമ്യ പാണ്ഡവൈഹി ത്വത്കൃതേ ന വിനശ്യേയുഃ ക്ഷത്രിയാഃ ക്ഷത്രിയർഷഭാ. രാജൻ ദുര്യോധനം ബദ്ധ്വാ. ഈ ദുര്യോധനെ പിടിച്ച് കെട്ടു, ഇട്ടാപ്പിൽ കിടക്കട്ടെ, അവൻ പിടിച്ചങ്ങോട്ട് ബന്ധിക്കൂ. അവന് പുറത്തു പോകാൻ അനുവദിക്കരുത്. അവനെ അനുവദിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് ഈ വംശം മുഴുവനും നശിക്കാൻ പോവാണ്. അപ്പോൾ ദുര്യോധനെ പിടിച്ചു കെട്ടി ആ ഒരുത്തൻ മാത്രമാണ് ഇവിടെ തടസ്സം. നിങ്ങൾക്കൊന്നും ഇതിൽ ഭിന്നാഭിപ്രായമില്ല. ഞാൻ വന്നത് സന്ധി ചെയ്യാനാണ്. ആ സന്ധി നടത്തണം എന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. മഹർഷിമാരുടെ അഭിപ്രായം, ഭീഷ്മൻ്റെ അഭിപ്രായം, ദ്രോണൻ്റെ അഭിപ്രായം, എല്ലാവരുടെയും, ധൃതരാഷ്ട്രൻ്റെയും. അവൻ ഒരുത്തനാണ് ഇവിടെ തകരാറ്. മരുമകൻ എന്തിനാ അമ്മാമനെ കൊന്നു? ആ കുലം ശാന്തിയോടുകൂടി സന്തോഷത്തോടുകൂടി വാഴണം.
പ്രജകൾ നിരുപദ്രവമായി അവനവൻ്റെ തൊഴിൽ ചെയ്ത് രാജ്യം അഭിവൃദ്ധിപ്പെടണം എന്ന് വിചാരിച്ച്. അതേപോലെ ഇവനെ കൊല്ലണം എന്ന് ഞാൻ പറയണില്ല, പിടിച്ചു കെട്ടണം നിങ്ങൾ. ദുര്യോധനം ബദ്ധ്വ തതഃ സംശാമ്യ പാണ്ഡവൈഹി, പാണ്ഡവന്മാരോടുകൂടി ഞങ്ങളിതാ സന്ധിക്ക് തയ്യാറാണെന്ന് പറയണം. ത്വത്കൃതേ, ഇത് അങ്ങ് ചെയ്യാൻ ഒരുക്കമില്ല എന്നുണ്ടെങ്കിൽ ന വിനശ്യേയുഹു ക്ഷത്രിയാ ക്ഷത്രിയർഷഭ, എന്താ സംഭവിക്കുക? അങ്ങത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ഷത്രിയ വംശം മുഴുവനും മുടിഞ്ഞു പോവും. ഇത് മുടിഞ്ഞു പോകാനുള്ള കാരണം ദുര്യോധനല്ല, അവനിപ്പോഴും യുവരാജാവാണ്. അവൻ്റെ അഭിലാഷങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇത് തീരുമാനിക്കാനുള്ളത് മഹാരാജാവേ അങ്ങയാണ്. അങ്ങയുടെ മനസ്സിൽ ഈ പുത്രപാശം ഒന്ന് മാത്രമാണ് ഈ തകരാറുണ്ടാക്കി തീർക്കുന്നത്. ആ പുത്രൻ കുലഘ്നനാണ്, കുലപാംസനാണ്. അവൻ കുലത്തിന് കേടാണെന്ന് മനസ്സിലാക്കി അവനെ പിടിച്ച് കെട്ടി ബന്ധനസ്ഥനാക്കി പാണ്ഡവന്മാരോടുകൂടി സഖ്യം ചെയ്യൂ. രാജൻ ദുര്യോധനം ബദ്ധ്വ തതഃ സംശാമ്യ പാണ്ഡവൈഃ ത്വത്കൃതേ ന വിനശ്യേയുഹു ക്ഷത്രിയാഃ ക്ഷത്രിയർഷഭാ. ഒരുവന് എന്ത് പ്രവൃത്തി ചെയ്യാനും, പ്രത്യേകിച്ചും സാധാരണ മനസ്സ് വൈകാരികമായോ ഭാവാത്മകമായോ ചെയ്യാൻ കൂട്ടാക്കാത്ത പ്രവൃത്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ വിഷമം തോന്നുന്ന പ്രവൃത്തികൾ, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രബലമായ യുക്തി, സത്യം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് ഇവിടെ കൃഷ്ണൻ ചെയ്തത്. ഇത് പറയുമ്പോൾ കൃഷ്ണൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ ശ്രീമദ് ഭാഗവതം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഭംഗിയായി വെളിപ്പെട്ടതാണ്. ഉദ്ധവനെ ഉപദേശിച്ചത് തന്നെ എപ്പോഴാണ്? തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായപ്പോഴാണ്. ആ ഉപേക്ഷിച്ച് പോവാൻ തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി, അതിന് മുന്നോടിയായി കൃഷ്ണൻ്റെ കുലത്തിന് മുഴുവനും അന്തഛിദ്രം വഴി നശിപ്പിക്കാൻ തയ്യാറായിരുന്നു. അവർ ഞാനില്ലാത്തപ്പോൾ ജീവിച്ചിരുന്നാൽ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെ സമാജത്തിന് നാശനഷ്ടങ്ങൾ വരുത്തും എന്ന് വിചാരിച്ച് അവരെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് കണക്കാക്കിയിട്ടാണ് ഈ മുളങ്കാടുണ്ടല്ലോ, മുളങ്കാട് തമ്മിൽ കൂട്ടി ഉരുമി തീ ഉണ്ടാക്കി ആ തീ കൊണ്ട കാട് മുഴുവനും നശിച്ചു പോകുന്ന മാതിരി അവരുടെ ഉള്ളിൽ കലഹം ഉണ്ടാക്കി ആ കലഹം വഴി നശിപ്പിക്കാം. അപ്പോൾ പുറമെ ഒരാൾക്കും വെല്ലുവിളിക്കാൻ വരേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുലം നശിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി കൃഷ്ണനും പോയി. അപ്പം കൃഷ്ണൻ ഇങ്ങനെയുള്ള ത്യജന കാര്യം പറയുമ്പോൾ അതിന് വലിയ ശക്തിയും അർത്ഥവുമാണെന്ന് മനസ്സിലാക്കണം. ആ വാക്കങ്ങൾ കേട്ടപ്പോഴാണ് ധൃതരാഷ്ട്രൻ ആകെ ഇളകിമറിഞ്ഞത്. കൃഷ്ണനാണ് നമ്മളോടിത് പറയുന്നത്. ആ കൃഷ്ണനെ ധൃതരാഷ്ട്രൻ തന്നെ ചിത്രീകരിക്കുകയുണ്ടായി. രണ്ടുപേരും അദ്ദേഹത്തിന് ഒരുപോലെ ബന്ധപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും നന്മയെ ഉദ്ദേശിച്ചേ കൃഷ്ണൻ നമ്മളോട് സംസാരിക്കുള്ളൂ എന്നൊക്കെ ആണയിട്ട് പറഞ്ഞതാണ് ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ്. അപ്പോൾ ആ കൃഷ്ണനാണ് പറഞ്ഞത് എന്ത്? രാജൻ ദുര്യോധനം ബദ്ധ്വാ തതഃ സംശാമ്യ പാണ്ഡവൈഹി, ദുര്യോധനെ പിടിച്ച് ബന്ധിച്ച് അവിടെ ഇട്ട് പാണ്ഡവന്മാരോടുകൂടി ശമം സ്ഥാപിക്കൂ എന്ന് പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിന് മിണ്ടാതെ ഇരിക്കാൻ പറ്റിയില്ല. തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മകൻ കേൾക്കണില്ലല്ലോ. അപ്പം ഇനി എന്താ വഴി? അമ്മയെ വിളിച്ച് സംസാരിപ്പിക്കുക എന്നായി. സാധാരണ നിങ്ങളെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. എല്ലാ സമയത്തും പുരുഷനാ മേധാവി. ഭാര്യയോ സ്ത്രീയാണ്, ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. മക്കളെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റാതെ ഒരു വിഷമത്തിലെത്തിക്കഴിഞ്ഞാൽ അപ്പം പറയും നിൻ്റെ മകനെ നീ വിളിച്ച് സംസാരിക്കുക എന്നായി. അപ്പം എൻ്റെ മകനല്ല, നമ്മുടെ മകനോട് നീ ഒന്ന് സംസാരിച്ചു നോക്കുക എന്ന് പറയില്ല. നിൻ്റെ മകനെ വിളിച്ച് നീ സംസാരിക്കുക, നിൻ്റെ മകനാ ഇങ്ങനെ ചെയ്യുന്നത്, ഈ പറച്ചില. ഇതന്നെയാ ധൃതരാഷ്ട്രയുടെയും ഏർപ്പാട്. ക്ഷത്രിയ ശ്രേഷ്ഠ, അങ്ങയുടെ കുലം അങ്ങുമൂലം നശിക്കരുത്, അങ്ങുമൂലം നശിക്കരുത് എന്നൊരു വാക്കാണ് കൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഉടനെ ധൃതരാഷ്ട്രക്ക് തോന്നി ഇനി മകനെ വിളിച്ച് സംസാരിക്കുക, ഇനി ഞാൻ സംസാരിച്ചാൽ ആവില്ല, അതുകൊണ്ട് ഇനി എന്തു വേണം, അവൻ്റെ അമ്മ തന്നെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച ധൃതരാഷ്ട്രൻ ഗാന്ധാരിയോട് പറയാണ്, ഏഷ ഗാന്ധാരി പുത്രസ്തേ ദുരാത്മാ ശാസനാധികഃ ഐശ്വര്യലോഭാദ് ഐശ്വര്യം ജീവിതം ച പ്രഹാസ്യതി. ഏഷ ഗാന്ധാരി പുത്രസ്തേ ദുരാത്മാ ശാസനാധികഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അച്ഛൻ മകനെ പറ്റി പറയുന്നതാ. കൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആ കൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ്റെ ഭാഗത്ത് ഒരു വിധത്തിലുള്ള ധർമ്മമോ സത്യമോ മര്യാദയോ മാനമോ ഒന്നും തന്നെ ഇല്ലയെന്ന്.
അപ്പം അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഏഷ ഗാന്ധാരി പുത്രസ്തേ ദുരാത്മാ ശാസനാധിക. നിന്റെ മകനുള്ളല്ലോ ഗാന്ധാരി, നല്ല പോലെ മനസ്സിലാക്കിക്കോ, അവൻ ദുരാത്മാവാണ്. ദുരാത്മാന്ന് അച്ഛൻ ചിത്രീകരിച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നും പറയാനില്ല. ശാസനാധിക, അവൻ ദുരാത്മാവാണെന്ന് മാത്രമല്ല, ഇനി നല്ല മനുഷ്യരായിട്ടുള്ള അച്ഛനടക്കമുള്ളവരുണ്ടല്ലോ, അവരാര് പറഞ്ഞാലും അവൻ കേൾക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല, അവരുടെ ശാസനകളോ ആജ്ഞകളോ ഉപദേശങ്ങളോ എല്ലാം തന്നെ അത് കവച്ചു വെച്ചിട്ടാണ് നടക്കുന്നത്, അതിനെ അതിക്രമിച്ച് നടക്കുക. പുല്ല് പോലെ കൂട്ടാക്കുന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അങ്ങനെ ശാസനാധികനായി ദുരാത്മാവായി ഐശ്വര്യലോഭാത് ഐശ്വര്യം ജീവിതം ച പ്രഹാസ്യതി. അവൻ്റെ ലോഭം, അവൻ്റെ അത്യാർത്തി എന്തിലാ? ഐശ്വര്യത്തിലാണ്. രാജാവാണല്ലോ. രാജഭരണമുള്ള സ്ഥലത്ത് രാജാവിനാണ് സുഖഭോഗം, ഭൗതികം, ബാഹ്യം, ഐന്ദ്രിയമായിരിക്കുന്ന സുഖഭോഗം പരമാവധി ഉണ്ടാവാൻ രാജാവിനാണ് സാധിക്കുക. എത്ര നികുതി വേണമെങ്കിൽ ചുമത്താം, എന്തു വേണമെങ്കിൽ ചെയ്യാം. രാജാവിൻ്റെ രാജധാനിയിൽ ഒരാളും ചോദ്യം ചെയ്യാനില്ല. അവരുടെ ഉള്ളിലുള്ളവർ തമ്മിൽ സംസാരിച്ചാലേ ഉള്ളൂ. പ്രജകൾ ആരും അധികാരത്തോടു കൂടി ചോദിക്കില്ല. ആ രാജാധികാരത്തെ എല്ലാവരും വകവയ്ക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഭീഷ്മനും ദ്രോണരുമെല്ലാം ഉള്ള സമയത്തും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ആജ്ഞയോ തീരുമാനമോ അതവരെല്ലാവരും വഴങ്ങുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെ ഉപദേശിക്കല്ലാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ വെല്ലുവിളിച്ച് അവരതിനെ റദ്ദാക്കി പുറപ്പെട്ടിട്ടില്ല. അപ്പം രാജാവിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും രാജസ്ഥാനത്തിന് പൂർണ്ണമായ നിലയും വലിയും കൽപ്പിച്ചു കൊടുത്തുകൊണ്ടുമാണ് മുതിർന്നവർ പോലും അവിടെ സംസാരിക്കുക. അപ്പം ഇവിടെ എന്തായിരിക്കണു? ഐശ്വര്യലോഭാത് ഐശ്വര്യം ജീവിതം ച പ്രഹാസ്യതി. ഇപ്പോൾ ദുര്യോധൻ്റെ മനസ്സിൽ എന്താ? ധാരാളം സുഖഭോഗം അനുഭവിക്കണം, എനിക്കായിരിക്കണം മികച്ചത് മുഴുവനും. അവിടെ ഒരു സഭാഗൃഹം ഇന്ദ്രപ്രസ്ഥത്തിൽ ഉയർന്നു. അത് ഉയരേണ്ടത് എൻ്റെ രാജധാനിയിലായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും അവിടെ ഉയർന്നില്ലേ, ഇനി ആ രാജധാനി എൻ്റെ ആവണം, അപ്പോഴേ അത് എൻ്റെ ആണെന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. അപ്പോൾ ആ ഐശ്വര്യത്തിലുള്ള ലോഭം കൊണ്ട് അവൻ നശിപ്പിക്കാൻ പോണത് എന്തിനെയാ? ഐശ്വര്യം ജീവിതം ച പ്രഹാസ്യതി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ധനത്തിലുള്ള ലോഭം കൊണ്ട് അവൻ കയ്യിലുള്ള ധനം മുഴുവനും നശിപ്പിക്കാൻ പോവാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ ജീവിതവും ഇല്ലാതെയായിത്തീരും. ലോഭം ഐശ്വര്യത്തോടാണ്. അതുകൊണ്ട് നശിക്കാൻ പോകുന്നതോ ഉള്ള ധനസമ്പത്തും പ്രൗഢിയും എല്ലാം പോകും, തൻ്റെ ജീവിതവും നഷ്ടപ്പെടും. ഇതാണ് ദുരാത്മാവായിരിക്കുന്ന നിന്റെ മകൻ്റെ പ്ലാനും പുറപ്പാടും. ഏഷ ഗാന്ധാരി പുത്രസ്തേ ദുരാത്മാ ശാസനാധിക ഐശ്വര്യലോഭാത് ഐശ്വര്യം ജീവിതം ച പ്രഹാസ്യതി. ഇത് കേട്ടു. ഇത് കൂടുതലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ശ്ലോകം എടുത്തിട്ടുള്ളൂ. ഗാന്ധാരി അത് കേട്ട് ഭർത്താവോട് പറയുക, ഇത് നിങ്ങളെല്ലാവരും ചുരുങ്ങിയത് 10 കാതുകളോടുകൂടി കേൾക്കണം. എന്താ കാരണം? നമ്മളിവിടെ ഒരഭിപ്രായമുണ്ട്, പുരുഷന്മാർക്കാണ് വില, സ്ത്രീകൾക്ക് വിലയില്ല, പുരുഷന്മാർക്കാണ് വില, സ്ത്രീകൾക്ക് വിലയില്ല, അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഞാൻ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്കുള്ള സ്ഥാനം പുരുഷന്മാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒതുങ്ങി ജീവിച്ചു എന്നുള്ളത് ശരിയാ. ഉള്ള പണ്ടമുണ്ടെങ്കിൽ അത് മുഴുവൻ സ്ത്രീ ശരീരത്തിലാണ് അണിഞ്ഞു പോവുക. പഴയ കാലത്ത് ബാങ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ വളയായും ചെയിനായും നെക്ലസായും കാതിലത്തെ ഞാത്തിയായും ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആ സ്ത്രീ ശരീരം പുറമേ അങ്ങോട്ട് പോയാൽ കള്ളന്മാർക്ക് ഉറക്കില്ല. അതുകൊണ്ട് ആ സ്ത്രീകളെ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോന്നു എന്നുള്ളതൊരു വിശേഷമാണ്. അത് സമ്മതിച്ചു. അതുകൊണ്ട് അവർ ദുർബലകളാണെന്നോ അവർക്ക് ബുദ്ധിയില്ലെന്നോ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഒതുങ്ങി കൂടി ജീവിച്ചു. പുരുഷനും സ്ത്രീയും രണ്ടാളും കൂടി പുറത്തു പോയാൽ പിന്നെ വീട്ടിലോ നായയാണ് വന്ന് പാർക്കുക. സ്ത്രീകൾക്ക് ഇവിടെ വിലയില്ലാതെയില്ല. സ്ത്രീകളാണ് പുരുഷന്മാരെ പെറ്റു വളർത്തുന്നത്. അപ്പോൾ പുരുഷന്മാർക്കുള്ള ദേഹബലമോ ബുദ്ധിബലമോ മനോബലമോ ഒക്കെ സ്ത്രീകൾക്ക് ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അപ്പം ഞാൻ എപ്പോഴും പറയും, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്ലസ് ആണെന്ന്. പുരുഷൻ എന്ന് പറഞ്ഞാലോ സ്ത്രീ മൈനസാണ്. സ്ത്രീകൾക്കുള്ള എല്ലാ വൈഭവങ്ങളും ഉണ്ടല്ലോ, യോഗ്യതയും പ്രാപ്തിയും. അതിൽ നിന്ന് 1-2 മാറ്റു കുറവേ പുരുഷ ശരീരത്തിന് ഉണ്ടാവുള്ളൂ. സ്ത്രീകൾക്കോ പുരുഷനുള്ളതിനേക്കാൾ 1-2 കൂടുതലാണ്. പക്ഷേ എന്തോ കാരണത്താൽ ഒതുങ്ങി ജീവിച്ചതിൻ്റെ പേരിൽ അവർക്ക് പുറമേ വന്ന് അങ്ങനെ സംസാരിക്കാനും ബഹളം കൂട്ടാനും ഒന്നും പുറപ്പെടാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പഞ്ചായത്തിലൊക്കെ ആൾക്കാരൊക്കെ പലരും സ്ത്രീകളാണ്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്. ബ്രിട്ടനിൽ വരെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഒരു സ്ത്രീ. പാകിസ്ഥാനിലുമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ധാരാളമായിരുന്നു. ഇപ്പോഴും സ്ത്രീകൾക്ക് ഇവിടെ നല്ല മൂപ്പാണ്.
അപ്പോൾ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് ഈ സ്ത്രീകൾക്ക് പ്രാപ്തിയില്ലെന്നോ സമയോചിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പരിഗണിക്കാനോ വിചിന്തനം ചെയ്യാനോ വിലയിരുത്താനോ മൂല്യനിരൂപണങ്ങൾ നടത്താനോ പറ്റില്ല എന്നൊന്നും പറയരുത്. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, തൻ്റെ ഇടമുണ്ട്. അവർ പഠിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല. പ്രസവിക്കുന്നത് അവരാണ്, ഗർഭം ധരിക്കുന്നത് അവരാണ്. ആ കുട്ടികളെ വളർത്തി കൊണ്ടുവരണം എന്ന് വെച്ചാൽ അമ്മയുടെ നല്ല കനത്ത സഹവാസം സംസർഗം ആ കുട്ടിക്ക് ഉണ്ടാവണം. അതൊക്കെ വിട്ട് അവരും പുറത്തു പോയി ജോലി ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ കുട്ടികളെ ആരാ വളർത്തുക? കുട്ടികൾക്ക് ശരിയായിട്ടുള്ള വളർച്ച എപ്പോഴാണ്? ഗർഭം നല്ല പോലെ നോക്കി രക്ഷിക്കണം. പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെ കുളിപ്പിച്ച് പരിപാലിച്ചു കൊണ്ടുവരിക, അതും വളരെ അത്യാവശ്യമാണ്. ഇനി എപ്പോഴാണ് ഈ കുട്ടിത്തം പോണത്? 12, 13, 14 വയസ്സ് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതുവരെ അവർക്ക് അമ്മയും അച്ഛനും, പ്രത്യേകിച്ച് അമ്മയെങ്കിലും കൂടാതെ പറ്റില്ല. രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാർ പറയുകയാണ്, ഞാൻ ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിച്ചത്, അത് വിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതാണ് ഏറ്റവും ഉത്തമമായ പഠിപ്പ്, ആധാരാത്മകമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പം അമ്മയുടെ ഒരു പരിരക്ഷണം, അടുത്ത പരിരക്ഷണം, സാന്ദ്രമായിരിക്കുന്ന സാമീപ്യം വളരെ അത്യാവശ്യമാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് അവർ ഒതുങ്ങിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഗാന്ധാരി പറയുന്നത് കേട്ട് തീരുമാനിച്ചോളൂ, നമ്മുടെ രാജ്യത്തിൽ സ്ത്രീകൾക്ക് വിലയുണ്ടായിരുന്നോ, നിലയുണ്ടായിരുന്നോ, അവർക്ക് ചിന്താശക്തി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാക്കാം. ത്വം ഹേവാത്ര ഭൃശം ഗർഹ്യോ ധൃതരാഷ്ട്ര സുതപ്രിയ യോ ജാനൻ പാപതാം അസ്യ തത്പ്രജ്ഞാം അനുവർത്തസേ. ഗാന്ധാരിയുടെ ഫസ്റ്റ് ചാർജ് ഷീറ്റാണ്. എന്താ ചാർജ് ഷീറ്റ്? ത്വം ഹേവാത്ര ഭൃശം ഗർഹ്യോ. ഇതുവരെ നടന്നിട്ടുള്ള സംഭവ പരമ്പരകളെല്ലാം തന്നെ മഹാരാജാവേ, അങ്ങയാണ് ഇതിൽ നിന്ദ്യനും അപരാധിയുമായിട്ടുള്ള ആളെന്ന്. സർവ അപരാധവും തെറ്റും അങ്ങയ്ക്കാണ്. ത്വം ഹി ഏവ അത്ര ഭൃശം ഗർഹ്യ. ഇതുവരെയുള്ള ദുരവസ്ഥ, ദുസ്ഥിതി, അത്യാപത്ത് വരുത്തി തീർത്തിട്ടുണ്ടല്ലോ. ഈ അത്യാപത്ത് വരുത്തി തീർത്തതിൽ മുഴുവനും പങ്ക് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അങ്ങയ്ക്കാണ്. ഗർഹ്യനാണ് അങ്ങ്. ധൃതരാഷ്ട്ര സുതപ്രിയ സംബോധന ചെയ്യാണ്. ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങ് സുതപ്രിയനാണ്. ആ പുത്രനോടുള്ള പാശമുണ്ടല്ലോ, പാശം. കണ്ണുണ്ടായിരുന്നെങ്കിൽ, കാണാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര പാശം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു, എനിക്ക് തോന്നിപ്പോണു. അപ്പം അങ്ങയുടെ ആ മകനോടുള്ള പ്രിയമുണ്ടല്ലോ, ആ പ്രിയം, അയ്യോ എൻ്റെ പൊന്നുമോൻ എന്നുള്ളൊരു തോന്നല്, ആ തോന്നലിൻ്റെ പേരിൽ യോ ജാനൻ പാപതാം അസ്യ. ആ ദുര്യോധനൻ്റെ തെറ്റായിട്ടുള്ള പെരുമാറ്റം, പാപാചാരം മുഴുവനും അങ്ങയ്ക്ക് ആദ്യമേ മുതൽക്ക് അറിയാം. ദുര്യോധനൻ വേറെ ആരുടെയും പുത്രനല്ല, അങ്ങയുടെ പുത്രനാണ്. ആ പുത്രനുള്ള ദോഷം മുഴുവനും, പാപം മുഴുവനും, നിഷ്ഠുരത മുഴുവനും, കാർക്കോടകത്വം മുഴുവനും അങ്ങയ്ക്ക് അറിയാം. അപ്പം അത് മുഴുവനും അറിഞ്ഞുകൊണ്ട് തത് പ്രജ്ഞാമനുവർത്തസേ. ഓരോ തവണയും ആ ദുര്യോധനൻ ശകുനിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിസമ്മതിക്കും. അത് കഴിഞ്ഞാലോ പലിശയും കൂടി, കോമ്പൗണ്ട് പലിശയോടുകൂടി അങ്ങോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്യും. ബ്രഹ്മാവാണ് ഹിരണ്യകശിപു കാലിൻ്റെ തള്ളവരലൂന്നി തപസ് ചെയ്ത് പുറ്റ് വന്ന് മൂടി ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്തപ്പോൾ സന്തോഷമായി പ്രത്യക്ഷപ്പെട്ടു. കമണ്ടലൂല ജലം തെളിച്ച് ആ പുറ്റൊക്കെ അലിഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയ്യോ, ഇത്ര വലിയ ഒരു തപസ്വിയോ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നെക്കുറിച്ച് ആരും തപസ് ചെയ്യാറില്ല, എന്നെക്കുറിച്ച് ആദ്യമായിട്ട് തപസ് ചെയ്തു. ഇത്ര വലിയ ഒരു കഠോര തപസ്സോ കഠിന തപസ്സോ എനിക്ക് വളരെ സന്തോഷമായി. എന്ത് വരം വേണോ ചോദിക്കൂ, എല്ലാം തരാമെന്ന് പറഞ്ഞു. ഹിരണ്യകശിപു വലിയൊരു പട്ടിക ഉണ്ടാക്കി. ബ്രഹ്മാവ് അങ്ങും ഇങ്ങും ചിന്തിക്കാതെ, മേപ്പെട്ടും താഴത്തേക്കും നോക്കാതെ എല്ലാം ടിക്ക് ചെയ്ത് അനുവദിച്ചു കൊടുത്തു. അതിലും കശയ അങ്ങ്. അത് ഒരിക്കൽ ചോദിച്ച വരം ഒരു സമയത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് കൊടുത്തതാ. ഇത് അങ്ങയ്ക്ക് പുത്രനായി ജനിച്ച് ദശാബ്ദങ്ങൾ കഴിഞ്ഞു. ഈ ദശാബ്ദങ്ങൾ മുഴുവനും അങ്ങ് എന്താ ചെയ്തിരിക്കണത്? മകൻ ചോദിച്ചത് മുഴുവൻ റൈറ്റ് 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 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. തത് പ്രജ്ഞാമനുവർത്തസേ ത്വം ഹേവാത്ര ഭൃശം ഗർഹ്യോ ധൃതരാഷ്ട്ര സുതപ്രിയ. മക്കളോട് പ്രിയം വേണം അച്ഛനമ്മമാർക്ക്, സമ്മതിച്ചു ഞാൻ. പക്ഷേ ആ പ്രിയം എന്തിനു വേണ്ടി? മകനെ തന്നെ നശിപ്പിക്കാനോ, സ്വകുലം നശിപ്പിക്കാനോ? ആ പ്രിയം വഴിവെക്കുമെങ്കിലോ അതിനെ നിയന്ത്രിക്കണം. പ്രിയം തോന്നിയത് അങ്ങയുടെ മനസ്സിലാണ്, മകൻ്റെ മനസ്സിലല്ല. മകൻ അങ്ങയോട് പ്രിയമില്ല. പ്രിയമുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേൾക്കൂലോ. അപ്പം കേൾക്കാത്ത ഒരു മകനോട് അങ്ങയുടെ ഒരൊറ്റ പ്രിയമാണ് ഈ ദുരന്തം മുഴുവനും വരുത്തി തീർത്തതെന്ന്.
പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഭാര്യമാര്, സ്ത്രീകൾ വേണമെന്നാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ആരും ധൃതരാഷ്ട്രനാവരുതെന്നും കൂട്ടിച്ചേർക്കണം. ഇതുമാതിരിയുള്ള ഭാര്യമാരാണ് നിങ്ങൾക്ക് വേണ്ടത്. ഗൃഹിണി എന്ന് പറഞ്ഞാൽ ഗൃഹനായിക ഇങ്ങനത്തവളാവണം. സമയസന്ദർഭം അനുസരിച്ച് മക്കളോട് പോലും തെറ്റായിട്ടുള്ള ഭ്രമമോ മോഹമോ ഉള്ള ഭർത്താക്കന്മാര്, അച്ഛന്മാരുണ്ടല്ലോ, അവരെ വേണ്ടതുപോലെ നിലയ്ക്ക് നിർത്താൻ സ്ത്രീകളെ കൊണ്ടേ പറ്റുള്ളൂ. രുക്മിണി ഒരു സങ്കോചവുമില്ലാതെ കൃഷ്ണൻ്റെ കയ്യാ കടന്ന് പിടിച്ചു, അവില് രണ്ടാമത്തെ മുഷ്ടിയെടുത്ത് കഴിക്കുന്നതിന് മുമ്പ്. അത് രുക്മിണിക്കേ സാധിക്കുള്ളൂ, വേറൊരാൾക്ക് സാധിക്കില്ല. കൃഷ്ണൻ കണ്ണുരുട്ടി മുഴിച്ചു രുക്മിണിയുടെ നേരെ. ചെയ്തത് ശരിയാണെന്ന് മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു. ഞാൻ അതും കൂടി കഴിച്ചാൽ പിന്നെയുള്ള ഭക്തന്മാർ മുഴുവൻ പരുങ്ങില്ല അയനെ, അവരുടെ അഷ്ടി എന്ന് പറഞ്ഞ സന്തോഷമായി. എനിക്ക് വാത്സല്യാതിരേകം കൊണ്ട് ഞാൻ രണ്ടാമതൊരു പിടിയെടുത്ത് മൂന്നാമതൊരു പിടിയെടുത്ത് കഴിക്കാൻ പുറപ്പെട്ടതാ. അതിനെ അനുവദിച്ചില്ല എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് അഭിനന്ദനമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത്. അതുമാതിരി നിങ്ങൾ പാരസ്പര്യത്തോടു കൂടി വേണം ജീവിക്കാൻ. ഈ ഗാന്ധാരിയുടെ ഉപദേശം ധൃതരാഷ്ട്ര മഹാരാജാവ് മുമ്പ് കേട്ടിരുന്നുവെങ്കിലോ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ഇനി വരാൻ പോകുന്നത് എന്താ? 45 ലക്ഷം മൈനസ് 10 ഒക്കെ ഇങ്ങനെ ഠാപ്പ് 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 എന്ന് വീഴാൻ പോവാണ് 18 ദിവസത്തിൽ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. യോ ജാനൻ പാപതാമസ്യ, ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഇവൻ്റെ പാപം മുഴുവനും അങ്ങേക്ക് അറിയാമായിരുന്നു. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല. കുട്ടികളായി കളിക്കുന്ന സമയത്ത് തന്നെ കെട്ടി വരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഭീമനെ. ആര്? ഈ ദുര്യോധനൻ കൊല്ലാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ പറഞ്ഞില്ലേ, ലിസ്റ്റ് ഉണ്ടാക്കി, ഇതൊക്കെ താൻ ചെയ്തില്ലടോ എന്ന് ചോദിച്ചുല്ലോ. അപ്പം അങ്ങയുടെ മകൻ ഇന്നലെയും തുടങ്ങിയതല്ല, അവൻ മുഴുത്ത പാപിയ, ചെയ്യുന്നത് മുഴുവൻ പാപമാണ്. അതറിഞ്ഞിട്ടും തസ്യ പ്രജ്ഞാം അനുവർത്തസേ, ആ ദുര്യോധനൻ ചോദിക്കുന്നതിന് മുഴുവൻ കൂട്ടാളിയായി നിന്ന് അംഗീകരിച്ച് മഹാരാജാവിൻ്റെ മുദ്രപത്രം, റബ്ബർ സ്റ്റാമ്പ് ഠപ്പ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടാണ് അങ്ങ് കൊടുത്തിരിക്കുന്നത്. തയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ ലോഭമാസ്ഥിത അശക്യോ അദ്യത്വയാ രാജൻ വിനിവർത്തയിതും ബലാത്. സയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ ലോഭമാസ്ഥിത. ചെറുപ്പത്തിലെ നുള്ളിയിട്ടുണ്ടെങ്കിൽ അത് വളരുമായിരുന്നില്ല. ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നാണ് പറയുന്നത്. അപ്പം അന്ന് നിർത്താത്തതിൻ്റെ പേരിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ പോലും അങ്ങ് ഉദാസീനനായി ആ ലോഭത്തിന് വഴിവെച്ചു. വെടിമരുന്നിട്ട് കൊടുക്കായിരുന്നു ഓരോ സമയവും. അത് കഴിഞ്ഞിട്ടിപ്പോൾ എന്തായി? സയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ. കാമമന്യുഭ്യാം, ഒരു ഭാഗത്ത് ആഗ്രഹം, അത്യാഗ്രഹം, ആർത്തി, മറുഭാഗത്തോ വെറുപ്പ്, ദ്വേഷം, കണ്ടുകൂടായ്മ, അസഹിഷ്ണുത. ഇത് രണ്ടും കൂടിയിട്ട് പ്രലബ്ധ. ഇത് രണ്ടുമാണ് ഈ ദുര്യോധനൻ്റെ, അങ്ങയുടെ പുത്രൻ്റെ മനസ്സിനെ ചതിച്ചത്. കാർന്ന് പെരിച്ചാഴി തിന്നുന്ന പോലെ തുരന്നങ്ങോട്ട് തിന്നു. സയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ ലോഭമാസ്ഥിത. ആ ലോഭമായി പിന്നെ അവൻ്റെ വഴി. എവിടെ നോക്കിയാലും അത്യാർത്ഥിക്ക് വിധേയമായിട്ടേ അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. പകുതി രാജ്യം കൊടുത്തു, മോശമാണത്. അവരതിൽ ഉഴുതുവെടുപ്പാക്കി കളച്ചധ്വാനിച്ചു, പലതരത്തിലുള്ള കൃഷികളും ചെയ്തു, കുഴിച്ചെടുത്തു പലരും അവരുടെ പ്രയത്നശാലിത്വം കണ്ട് സമാധാനിച്ചു. കാണ്ഡവവനം ദഹിപ്പിക്കാൻ വേണ്ടി ദഹിപ്പിച്ചതിൻ്റെ പേരിലൊക്കെയാണ് സമ്മാനം കിട്ടിയത്. മയൻ വന്ന് സഭാഗ്രഹം ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള മതിപ്പും മാനവും ഒക്കെ അല്ലേ? അതൊക്കെ കണ്ടിട്ട് ഇവന് സഹിക്കാൻ പറ്റിയില്ല. അവർ പകുതി രാജ്യത്തിൽ സമൃദ്ധിയോട് കൂടിയിരിക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഭൂമിയല്ലേ നന്നാവാൻ പോണത്. നമ്മുടെ ഇന്ത്യ രാജ്യം നന്നായ ബാക്കിയുള്ളവർക്ക് എന്തിനാ അത്ര കണ്ണുകടി? ലോകത്തിലെ ഏത് രാജ്യം നന്നായാലും അത് ഭൂമിക്ക് ഒരു അലങ്കാരമല്ലേ? സ്വർഗത്തിന് പോലും ചിരിക്കാനല്ലേ ഉള്ളൂ, നരകത്തിന് പോലും അതിൽ സന്തോഷം തോന്നാനേ അവകാശമുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇന്ത്യ രാജ്യം അത് വലുതാവും, അത് കേമാവും. എന്തിനാ ബാക്കിയുള്ളവർക്ക് ഇത്ര അസഹിഷ്ണുത? അതിൽ ആ രാജ്യം നന്നാവട്ടെ. എത്രയോ കാലം അവർ സാമ്പത്തികമായി മോശനിലയിൽ കിടന്നവരാ. ഇപ്പം എന്തോ കാരണത്താൽ നന്നായി വരണു. എല്ലാവരും പഠിപ്പുണ്ട്, IIT ഉണ്ട്, പലതും ഉണ്ട്, എല്ലാം കേമായി നടക്കണു. റെയിൽവേ മുഴുവനും ഇലക്ട്രിഫൈ ചെയ്തു കഴിഞ്ഞു. ഇനി കുറേ റോഡുകളും കൂടിയേ നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. എല്ലാം നേരെയായി. റിസർച്ച് കുറേ അന്വേഷിച്ച് അതും കൂടി റിസർച്ച് സെൻറ്റേഴ്സും കൂടി ഉണ്ടാക്കണം. നമുക്കിവിടെ കപ്പൽ നിർമ്മിക്കാൻ പറ്റണം, വിമാനങ്ങൾ നിർമ്മിക്കാൻ പറ്റണം. നമുക്ക് എല്ലാം ഇവിടെ ഫാക്ടറിയൊക്കെ ഉണ്ടാവണം.
എനിക്ക് തോന്നുന്നു ഒരു 50 കൊല്ലം 60 കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയല്ലേ വേണ്ടത്? ഒരു ഫ്രാൻസും ഒരു അമേരിക്കയും മാത്രം പ്ലെയിൻ ഉണ്ടാക്കിയാൽ മതിയോ? ഒരു ചൈനയോ അല്ലെങ്കിൽ ഒരു റഷ്യയോ മാത്രം കപ്പലുണ്ടാക്കിയാൽ മതിയോ? നമുക്ക് എന്താ പോരായ? നമ്മുടെ കയ്യിൽ പണത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു കുറവുണ്ട്. അതിങ്ങനെ മെച്ചപ്പെട്ട് വരിക. ഭൂതലത്തിൽ എവിടെ ഏത് രാജ്യം സമ്പന്നമായാലും വിരോധമില്ല. അവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാവരുത്. ബാക്കിയുള്ളവരെ നശിപ്പിക്കണം, അവരോട് മത്സരിക്കണം എന്നുള്ളൊരു തോന്നൽ. നമ്മൾ ഇതേവരെ മറ്റുള്ളവരോട് മാത്സര്യം തോന്നി, ആ മാത്സര്യം എന്ന് പറയുന്ന ഒരു ദോഷം നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നു എന്ന് പറയാൻ പറ്റില്ല. പലരും നമ്മളോട് മത്സരിക്കുന്നുണ്ടാവാം, അതിന് നമ്മൾ വിധേയരായിട്ടുണ്ട്. സ്വയം ആ ദോഷത്തിന് നമ്മൾ വിധേയരായിട്ടില്ല അവനവൻ്റെ ഉള്ളിൽ. അതില്ലാതെയാണ് ഇത്ര കാലവും ജീവിച്ചത്. അപ്പം അത് കണ്ട് സന്തോഷിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ഈ ദുര്യോധനൻ ആ വകുപ്പിൽപ്പെട്ടവരാ. മറിച്ച ദുര്യോധനൻ്റെ വകുപ്പിൽപ്പെട്ടവരാണ് അവർ. സയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ ലോഭമാസ്ഥിത. ലോഭമാണ് അവൻ്റെ പന്ഥ, അവൻ്റെ ആദർശം അതാണ്. അത്യാർത്ഥി അത്യാർത്ഥി അത്യാർത്ഥി. ആ അത്യാർത്ഥിയോടുകൂടി ചിന്തിക്കുക, കാണുക, വിലയിരുത്തുക. ആ അത്യാർത്ഥി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പുറപ്പെടുക. അങ്ങനെ അത്യാർത്ഥി നീതനായി നടക്കുകയാണ് അവൻ. സയേഷ കാമമന്യുഭ്യാം പ്രലബ്ധോ ലോഭമാസ്ഥിത അശക്യോ അദ്യ ത്വയാ രാജൻ വിനിവർത്തയിതും ബലാത്. ഇത്ര നാളും ദശാബ്ദങ്ങളായി അവൻ്റെ ഇംഗിതങ്ങൾക്ക് മുഴുവൻ വഴിപ്പെട്ട് അതിന് വെടിമരുന്ന് ഇട്ടുകൊടുത്ത് പോകുന്ന അങ്ങ് ഇന്ന് അവനെ പിടിച്ച് നിർത്താൻ പുറപ്പെട്ടാൽ, ബലം ഉപയോഗിച്ചാൽ പോലും അവൻ കൂട്ടാക്കില്ല. കുട്ടികളൊക്കെ നമ്മുടെ ചുമല് അതിനൊപ്പം ആകുന്നവരെ പറഞ്ഞാൽ കേൾക്കുള്ളൂ. ചുമലോട് ഉയരമായി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടായിട്ട് ചങ്ങാതിയായിട്ട് ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പെരുമാറാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് തടുത്തു നിർത്താൻ സാധിക്കില്ല രാജാവേ. ഇവിടെ ഇപ്പം ആരില്ലാത്ത കുറവാ. കൃഷ്ണൻ പലവിധത്തിലും സംസാരിച്ചു, അങ്ങ് തന്നെ സംസാരിച്ചു, ഭീഷ്മൻ സംസാരിച്ചു, പരശുരാമൻ സംസാരിച്ചു. സർവ്വ ആൾക്കാരും വിതുരനും എല്ലാവരും മാറി മാറി പറഞ്ഞു കൊടുത്തിട്ടും ഒരു പൊടി ആ അവൻ്റെ മനസ്സ് മാറിയിട്ടില്ല. അപ്പോൾ ബലം ഉപയോഗിച്ച് സാധ്യമല്ല. രാഷ്ട്രപ്രധാനേ മൂഢസ്യ ബാലിശസ്യ ദുരാത്മനഃ ദുസ്സഹായസ്യ ലുബ്ധസ്യ ധൃതരാഷ്ട്രോ അശ്നുതേ ഫലം. രാഷ്ട്രപ്രധാനേ മൂഢസ്യ ബാലിശസ്യ ദുരാത്മനഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപൂർവം ചില സമയത്ത് ഉണ്ടായാലോ എന്തു വേണം മനസ്സിലാക്കിക്കോളൂ. മഹാഭാരതം വിടുന്നില്ല. ഏറ്റവും വലിയ ആപദ്ഘട്ടത്തിൽ പോലും മനസ്സ് എങ്ങനെ ചിന്തിക്കണം? മനസ്സിനുള്ള ബലമെന്ത്? അച്ഛനമ്മമാർക്ക് പറ്റാത്ത തരത്തിൽ കുട്ടികൾ നടക്കുമ്പോൾ കണ്ടമാനം വിഷമം അവർക്കുണ്ടാവും. ആ വിഷമം ഉണ്ടെങ്കിലും കുട്ടി നേരെയാവാൻ പോണില്ല എന്ന് വന്നാൽ അതിനെ എങ്ങനെ ആത്മസാത്കരിച്ചെടുക്കണം, സ്വാംശീകരിക്കണം എന്നുള്ളതാണ് മഹാഭാരതം ഉപദേശിക്കുന്നത്. ഒരേ മകനെപ്പറ്റി അച്ഛനമ്മമാർ തമ്മിലുള്ള സംവാദമാണിത്. ഭാര്യ ഭർത്താവിനോട് പറയുക, അമ്മ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. രാഷ്ട്രപ്രധാനേ മൂഢസ്യ ബാലിശസ്യ ദുരാത്മനഃ. ഈ ദുര്യോധനൻ പ്രായമായിട്ട് ഒരു കാര്യമില്ല, ബാലിശനെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ നിറഞ്ഞ സദസ്സിൽ അവൻ്റെ പെരുമാറ്റം എന്തായിരുന്നു? നിങ്ങളെല്ലാവരും തോറ്റു, ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ആളയച്ച് വരുത്തിയത് മകനോട് സംസാരിക്കാൻ? ഇത്രയ്ക്കൊരു ഗതികേട് അവൻ വരുത്താൻ പാടുണ്ടോ? നമുക്കുണ്ടാവാൻ പാടുണ്ടോ? അപ്പം അവൻ ദുരാത്മാവാണ്. അവൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും അഹങ്കാരത്തിലും ഒക്കെ ദുഷ്ടത അങ്ങനെ കൂമ്പാരം കൂടി പുറ്റുകൂടി നിൽക്കുകയാണ്. ബാലിശസ്യ, വിവരമുള്ളവരെ പോലെ സംസാരിക്കില്ല, അറിവില്ലാത്ത മൂഢനെ പോലെ അവൻ സംസാരിക്കുള്ളൂ. മൂഢസ്യ രാഷ്ട്രപ്രധാനേ, അവൻ്റെ കയ്യിലാണ് രാഷ്ട്രം സമ്മാനിച്ചു കൊടുത്തതങ്ങ്. അവൻ യുവരാജാവായിട്ട് കഴിഞ്ഞുകൂടാണ്. രാഷ്ട്രപ്രധാനേ ദുസ്സഹായസ്യ ലുബ്ധസ്യ ധൃതരാഷ്ട്രോ അശ്നുതേ ഫലം. ദുസ്സഹായസ്യ ലുബ്ധസ്യ, അവന് ഒരാളും സഹായിക്കാനുണ്ടാവില്ല. അവന് ലോഭം, ലുബ്ധനാണവൻ. അങ്ങനെ ഒരാളുടെ കയ്യിൽ രാജ്യം പൂർണ്ണമായി ഇതാ കൊടുത്ത് അവൻ്റെ ഇഷ്ടപ്രകാരേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ. ചൂത് കളിക്കണമെന്ന് പറഞ്ഞു, അങ്ങ് ആദ്യം പറഞ്ഞു അത് ശരിയല്ല, സഹോദരന്മാരാണ്, വിളിക്കരുതെന്ന്. അപ്പം തൻ്റെ മനസ്സിനുള്ള വിഷമം മുഴുവൻ പറഞ്ഞു. എൻ്റെ സഹോദരൻ ശകുനിയും കൂടെ സംസാരിച്ചു, ശരി ഇന്നാ വിളിക്കാന്നായി. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്?
അത് മുഴുവൻ അങ്ങയുടെ കൂട്ടോടുകൂടി, സമ്മതത്തോടുകൂടി, അങ്ങയുടെ താങ്ങും തണലും ഉണ്ടായിട്ടേ നടന്നിട്ടുള്ളൂ. അതിൻ്റെ ഫലമാണ് ധൃതരാഷ്ട്ര മഹാരാജാവിത അനുഭവിക്കുന്നത്. തേർഡ് പേഴ്സണിലാണ് പറയണത്. ധൃതരാഷ്ട്ര അശ്നുതേ ഫലം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം പറയാൻ പുറപ്പെടുമ്പോൾ ഭർത്താവ് വേറെയായി. ധൃതരാഷ്ട്രൻ അനുഭവിക്കുന്ന ഫലം മുഴുവനും അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെയാണ്. അതിൽ ഭാര്യയായിരിക്കുന്ന എനിക്ക് ഒരു പങ്കുമില്ല എന്നാണ് പറയണത്. ഇതന്നെയാണ് രത്നാകരൻ്റെ ഭാര്യയും പറഞ്ഞത്. അങ്ങ് കട്ടുകൊണ്ടുവന്നാൽ ആ കളവിലെ പാപം അങ്ങയ്ക്ക്, ഞങ്ങൾക്കില്ല. ഞങ്ങൾ കല്യാണം കഴിച്ചു, കഴിഞ്ഞുകൂടണം, ഭർത്താവ് കൊണ്ടുവന്ന് തരണു, തിന്നണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പാപമാണെങ്കിൽ ആ പാപം ഞങ്ങളോട് ചേരില്ല, ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന്. അതന്നെയാണ് അപ്പം ധൃതരാഷ്ട്രനോട് പറയണത്. ആര്? ഗാന്ധാരി. രാഷ്ട്രപ്രധാനേ മൂഢസ്യ ബാലിശസ്യ ദുരാത്മനഃ ദുസ്സഹായസ്യ ലുബ്ധസ്യ ധൃതരാഷ്ട്രോ അശ്നുതേ ഫലം. താൻ ചെയ്ത അപരാധത്തിൻ്റെ, സമയത്തിന് വേണ്ട നടപടി എടുക്കാത്തതിൻ്റെ, ശുഷ്കാന്തി കുറവിൻ്റെ, മനോദൗർബല്യത്തിൻ്റെ ഫലമാണ് ധൃതരാഷ്ട്രൻ അനുഭവിക്കുന്നത്. കഥം ഹി സ്വജനേ ഭേദം ഉപേക്ഷേതമഹീപതി ഭിന്നം ഹി സ്വജനേനേന ത്വാം പ്രഹസിഷ്യന്തി ശത്രവഃ. അവരവരുടെ സ്വജനങ്ങൾ തമ്മിൽ വെറുപ്പും വൈരവും അന്തഛിദ്രവും ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു മഹാരാജാവ് കണ്ടുകൊണ്ടിരിക്കുക? സ്വന്തം മക്കളല്ലേ? പാണ്ഡുപുത്രന്മാർക്ക് അച്ഛനുണ്ടോ? ഇല്ല. അങ്ങയല്ലേ വല്യച്ഛനും അച്ഛനും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഉൾഛിദ്രത വരുമ്പോൾ ആ ഛിദ്രത ആരാണ് കണ്ടുകൊണ്ടിരിക്കുക എന്ന്. കഥം ഹി സ്വജനേ ഭേദം ഉപേക്ഷേത മഹീപതി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ല, ചെറുപ്പം മുതൽക്ക് തുടങ്ങിയതാ. അപ്പം അന്ന് മുതൽക്ക് തന്നെ ഇത് വളരെ വ്യക്തമായി അങ്ങ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടും ആ ഛിദ്രം വളരാനാണ് അങ്ങ് അനുവദിച്ചത്. വെടിമരുന്ന് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് ദുര്യോധനൻ്റെ കത്തിജ്വലിക്കുന്ന മനസ്സിനെ കൂടുതൽ ജ്വലിപ്പിക്കാൻ അങ്ങ് മരുന്നിട്ട് കൊടുത്തത്. ഭിന്നം ഹി സ്വജനേനേന ത്വാം പ്രഹസിഷ്യന്തി ശത്രവഃ. ഇത് കണ്ടിട്ട് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ മാതിരി നാല് ഭാഗത്തുമുള്ളവർ, പ്രത്യേകിച്ചും അങ്ങയുടെ ശത്രുക്കൾ, ഇത് കണ്ട് പൊട്ടിച്ചിരിക്കാനാ പോണത്. കണ്ടോ ആ ദുഷ്ടപുത്രൻ്റെ ഇംഗിതങ്ങൾക്കൊക്കെ ഈ അന്ധപിതാവ് ഒന്നൊന്നായി സമ്മതിച്ച് വഴിവെച്ച് അവസാനം ഹസ്തിനപുരം എന്ന് പറയുന്ന ആ കുരുവംശം മുഴുവനും ആളിക്കത്തി കാട്ടുതീ എങ്ങനെയാണോ അതുപോലെ നശിക്കാനാ പോണത്. പ്രഹസിഷ്യന്തി. അങ്ങയ്ക്ക് അറിവില്ലായല്ല, അനുഭവമില്ലായല്ല. എന്നെപ്പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. ആവശ്യാനുസരണം ഞാനും സംസാരിക്കാൻ ശക്തയാണ്, പ്രാപ്തിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അങ്ങയുടെ കുട്ടിയെ നേരെയാക്കാൻ അങ്ങയെ കൊണ്ട് സാധിച്ചില്ല. അവസാനം അത് ബടവാഗ്നി പോലെ ആയിരിക്കണു. കഥം ഹി സ്വജനേ ഭേദം ഉപേക്ഷേത മഹീപതി. ഒരു രാജാവാണെങ്കിൽ എന്തു വേണം? തൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഛിദ്രമുണ്ടെങ്കിൽ ആദ്യം മണത്തറിയണം. സാധാരണ ഗൃഹസ്ഥന്മാർക്കില്ലാത്ത ശക്തി രാജാവിനുണ്ട്. ഗൃഹസ്ഥന്മാർക്ക് തൻ്റെ മക്കളെ ഒന്നും ഒഴിപ്പിക്കാനോ വേണ്ടി വന്നാൽ അടിക്കാനോ കൊല്ലാനോ ഒന്നും പറ്റില്ല. രാജാവിന് അതിനൊക്കെയുള്ള ശക്തിയുണ്ട്. ഒരു പുത്രൻ ശരിയല്ല എന്ന് കണ്ടാൽ എൻ്റെ പൊന്നുമോനെ പറഞ്ഞു നോക്കി പോ പുറത്ത് എന്ന് പറഞ്ഞ് തള്ളാൻ, നിഷ്കാസനം ചെയ്യാനുള്ള അധികാരം രാജാവിനുണ്ട്. സാധാരണക്കാർക്ക് അത്ര സാധിച്ചു എന്ന് വരില്ല. അധികാരത്തോടു കൂടി ചെയ്യാം, മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഭിന്നം ഹി സ്വജനേനേന ത്വാം പ്രഹസിഷ്യന്തി ശത്രവഃ. ധൃതരാഷ്ട്ര മഹാരാജാവ് വേണ്ടത്ര അധികാരമുണ്ടായിട്ടും തൻ്റെ മകനെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കാതെ അതിൽ പരാജയപ്പെട്ട് അവനിപ്പോൾ മൂത്ത് കരിമ്പനയായിരിക്കുന്നു. ആപത്ത്. യാ ഹി ശക്യാ മഹാരാജ സാമ്ന ഭേദേന വാ പുനഃ നിസ്തർത്തും ആപദസ്വേഷു ദണ്ഡം കസ്തത്ര പാദയേത്. യാ ഹി ശക്യാ മഹാരാജ സാമ്ന ഭേദേന വാ പുനഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ആ ഗാന്ധാരി എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നതിലുള്ള യുക്തിസഹതയാണ് മനസ്സിലാക്കേണ്ടത്. വെറുതെ വായി തോന്നി പറയല്ല. അതെ നിങ്ങളത് കൊടുക്കണം, ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കും, അങ്ങനെയൊന്നുമല്ല പറയണത്. കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കണം, നിങ്ങളത് കൂട്ടാക്കരുതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൂട്ടാക്കരുതെന്ന്, അങ്ങനെ ന്യായപൂർവ്വം സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ മനസ്സിനെ നയിക്കേണ്ടത് ബുദ്ധിയാണ്. ബുദ്ധിയെ നയിക്കേണ്ടതോ വിശേഷപ്പെട്ട ഗുണം വിവേകം എന്ന് പറയുന്നത്.
ഈ മനസ്സും ബുദ്ധിയും യോജിച്ചിരുന്നാലേ മനുഷ്യന് നന്മയും അഭിവൃദ്ധിയും ഉണ്ടാവുള്ളൂ. ഉള്ള അഭിവൃദ്ധി സ്ഥായിയാവുള്ളൂ. അത് നല്ല പോലെ എല്ലാവരും മനസ്സിലാക്കും. യാഹി ശക്യാ മഹാരാജ സാംന ഭേദേന വാ പുനഃ. രാജാക്കന്മാർക്ക് ബാക്കിയുള്ളവരോട് കൂടി പെരുമാറുന്ന സമയത്ത് ശത്രുക്കളോട് കൂടിയും നമ്മൾ ആലോചിക്കണം. എന്ത്? സാമ ദാന ഭേദ ദണ്ഡം എന്നാ പറയുക. സാമെന്ന് പറഞ്ഞാലോ അതാണ് ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് നമ്മളോട് പറയുന്നത്. നിങ്ങൾ സാമം ദീക്ഷിക്കൂ, സാമം ദീക്ഷിക്കൂ, ശാന്തിയോടുകൂടി കഴിയാം, സഹവർത്തിത്വം സഹൃദയത്വം ഉണ്ടാവട്ടെ എന്ന്. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് വിനയവും താഴ്മയും ത്യാഗവും ഒക്കെ പ്രദർശിപ്പിച്ച് അങ്ങനെ മെരുങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടുന്നതാണ് സാമം. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുക. കയ്യിലുള്ളത് കൊണ്ടു അവൻ സന്തോഷമായിട്ട് അടങ്ങിയിരിക്കട്ടെ. അതും പറ്റിയില്ലെങ്കിലോ ശത്രുക്കളുടെ ഇടയിൽ വ്യത്യാസം ഭേദബുദ്ധി ഉണ്ടാക്കാൻ പുറപ്പെടാം. അപ്പോൾ ഇതൊക്കെ സാധിച്ചില്ലെങ്കിലേ പിന്നെ ദണ്ഡം ചൊല്ലിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കളാന്നൊക്കെ പറയുമല്ലോ. അപ്പം ആ ദണ്ഡം ഉപയോഗിക്കുന്നത് അവസാനമാണ്. യാഹി ശക്യാ മഹാരാജ സാംന ഭേദേന വാ പുനഃ. സാമം കൊണ്ടോ ഭേദം കൊണ്ടോ നടക്കാൻ പറ്റാതെ വന്ന് അതിൽ പരാജയപ്പെടുമ്പോഴേ, അത് നിഷ്ഫലമാവുമ്പോഴേ ബാക്കി ദണ്ഡം ഉപയോഗിക്കാൻ പാടുള്ളൂ. നിസ്തർത്തും ആപദസ്വേഷു ദണ്ഡം കസ്തത്ര പാതയേത്. ഇവിടെ അങ്ങനെ ഒരു നില വന്നിട്ടില്ല. ദണ്ഡം ഉപയോഗിക്കേണ്ട നില വന്നിട്ടില്ല. കൃഷ്ണനെ പറഞ്ഞയച്ചിട്ട് അവരെന്താ നമ്മളോട് പറയണത്? നിങ്ങൾ എന്തു പറയണു? നിങ്ങൾ എന്തു പറയണു? ഞങ്ങൾ യുദ്ധം ഒഴിവാക്കാൻ തയ്യാറാണ്. അവസാനം കൃഷ്ണൻ പറഞ്ഞു നിർത്തിയത് അവർ ശാന്തിക്കും തയ്യാറാണ്, യുദ്ധത്തിനും തയ്യാറാണ്. അങ്ങയുടെ പക്ഷത്തിലുള്ളവരെ അങ്ങ് നിലയ്ക്ക് നിർത്തൂ, മറുപക്ഷക്കാരെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വെറും സന്ദേശവാഹകൻ മാത്രമായിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം എൻ്റെ സമ്മതത്തോടു കൂടിയേ എടുക്കുള്ളൂ. ഞാൻ അവരെ കൊണ്ടത് സമ്മതിപ്പിച്ചോളാം എന്ന ഉറപ്പാണ് സംസാരിച്ചത്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു സാമത്തോടു കൂടി ഇത് തീരുമാനിക്കാനേ ഉള്ളൂ. ആ സമയത്ത് ദണ്ഡനീതിയുടെ ആവശ്യം എവിടെ വരുന്നു? എപ്പോഴാണ് ഈ ദണ്ഡം പ്രയോഗിക്കുക? നിസ്തർത്തുമാപദസ്വേഷു ദണ്ഡം കസ്തത്ര പാതയേത്. സാമഭേദങ്ങൾ കൊണ്ട് തീർക്കാവുന്നതായ അപകടങ്ങളോ ആപത്തുകളോ ഛിദ്രങ്ങളോ ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് തീർക്കണം. അവിടെ ദണ്ഡം പ്രയോഗിക്കുന്നത് ശരിയല്ല. ഇത് ധൃതരാഷ്ട്രനോട് സംസാരിക്കുകയാണ്. ആര്? ഗാന്ധാരി. പക്ഷേ ഗാന്ധാരിയെ വിളിച്ചതെന്തിനാ? മകനോട് സംസാരിക്കാനാണ്. അപ്പം മകനോട് സംസാരിക്കുന്നതിന് മുൻപ് അച്ഛനോട് തൻ്റെ മനസ്സിലുള്ള ചിന്താഗതികളും താൻ ഉദ്ദേശിക്കുന്നതും തൻ്റെ വിലയിരുത്തലുമെല്ലാം അറിയിപ്പിക്കാൻ വേണ്ടി ഒരു സംവാദം നടന്നതാണിത്. ഇനി മകനോട് സംസാരിക്കണം, അതാണ് ആവശ്യം. അപ്പോൾ വിതുരൻ പോയി ദുര്യോധനെ കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ദുര്യോധൻ അവിടെ വന്നു. ആ വന്നത് എങ്ങനെയാ? സാമാതുർ വചനാകാംക്ഷി പ്രവിവേശ പുനഃസഭാം. സഭയിൽ നിന്ന് എണീറ്റ് പോയി വളരെ ക്രോധാകുലനായിട്ടാണ് പോയത്. താമ്രാക്ഷനായിട്ടാണ് പോയത്. കണ്ണൊക്കെ ഇങ്ങനെ തുടുത്ത് ചുവന്നു, ചെമ്പരത്തി പോലെ. സഹിക്കുവയ്യ, തലയിങ്ങനെ പുകയണു, ക്രോധം സഹിക്കുവയ്യാതെ. അങ്ങനെയാ പോയത്. വിതുരൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ഡാ ഇങ്ങോട്ട് വാ, അമ്മ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിട്ടുണ്ട്. അമ്മ പറയണത് കേൾക്കാതെ പറ്റില്ല. നമ്മുടെ സത്യവതി വേദവ്യാസനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അമ്മ ഗുരുവാണ്, അതുകൊണ്ട് ഒരു വാക്ക് പറയരുത്, പറഞ്ഞത് കേൾക്കണം എന്നാ പറഞ്ഞത്. അവസാനം വ്യാസനം മിണ്ടിയില്ല, കേട്ടു. ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് വലിയ സ്ഥാനമാണ്, അതുകൊണ്ട് പറഞ്ഞത് കേൾക്കണം. ഇതുവരെ സംസാരിച്ചത് കൃഷ്ണനാണ്, ഇപ്പം സംസാരിക്കാൻ പോകുന്നത് നിന്റെ അമ്മയാണ്. അതുകൊണ്ട് മടങ്ങി വരാതെ പറ്റില്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. സമാതുർവചനാകാംക്ഷി പ്രവിവേശ പുനഃസഭാം അഭിതാമ്രേക്ഷണക്രോധാത് നിശ്വസന്നിവ പന്നഗഃ. അഭിതാമ്രേക്ഷണക്രോധാത് നിശ്വസന്നിവ പന്നഗഃ. വല്ല തുടുത്ത മുഖത്തോട് കൂടിയിട്ട് കണ്ണോട് കൂടിയിട്ടാണ് പോയത്. അതേമാതിരി തന്നെയാണ് തിരിച്ചു വന്നിരിക്കണേ. ആ ക്രോധം ശമിച്ചിട്ടൊന്നുമില്ല. സമാതു വചനാകാംക്ഷി പ്രവിവേശ പുനഃസഭാം. ഒരിക്കൽ വിട്ടുപോയി ക്രോധത്തോടു കൂടി സഹിക്കുവയ്യാതെ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് ഓടിപ്പോയ ആ ദുര്യോധനൻ അതേമാതിരി ചെമ്പരത്തിപ്പൂ കണ്ണുകളോട് കൂടിയിട്ട് മടങ്ങി വന്നു. ഒരു വിശേഷവും കൂടിയുള്ളത് എന്താ? നിശ്വസന്നിവ പന്നഗഃ. സർപ്പത്തിന് ദേഷ്യം വന്നാൽ അങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. അതേമാതിരി ശ്വാസം കൊണ്ട് ചീറ്റിക്കൊണ്ടാണ് മടങ്ങി വന്നത്. എന്തിന്?
സമാതുർ വചനാകാംക്ഷി. അമ്മ പറയണത് എന്താന്ന് കേൾക്കാതെ പറ്റില്ലല്ലോ. അമ്മയല്ലേ പെറ്റു വളർത്തി കൊണ്ടുവന്നത്. അപ്പം അമ്മയുടെ വാക്ക് കേൾക്കാണ്ടെങ്കിലും ഇരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കേൾക്കണം എന്ന് വിചാരിച്ച് ആ സഭയിലേക്ക് മടങ്ങി വന്നു അത്രേ. തം പ്രവിഷ്ടമഭിപ്രേത്യ പുത്രം ഉത്പഥമാസ്ഥിതം വിഗർഹമാണ ഗാന്ധാരി ശമാർത്ഥം വാക്യമബ്രവീത്. വിഗർഹമാണ ഗാന്ധാരി ശമാർത്ഥം വാക്യമബ്രവീത്. ഗാന്ധാരിയുടെ മനസ്സിൽ ഒരു സംശയവുമില്ല. മകനാണ് വരുന്നത്, താമ്രാക്ഷനായിട്ടാണ് വരുന്നത്, പന്നകത്തെ പോലെയാണ് ശ്വസിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഗാന്ധാരിയുടെ മനസ്സിൽ ഒരു സംശയവുമില്ല ആ മകനെപ്പറ്റി. തം പ്രവിഷ്ടമഭിപ്രേത്യ പുത്രം ഉത്പഥമാസ്ഥിതം. പറഞ്ഞാൽ കേൾക്കാതെ, മുതിർന്നവരുടെ വാക്കുകളെയൊക്കെ വിലവയ്ക്കാതെ അതിക്രമിച്ച് ദുസ്സാഹസം നടത്തുകയാണ് എൻ്റെ മകൻ എന്ന് നല്ല പോലെ മനസ്സിലായി. അങ്ങനെയുള്ള മകനെ വിഗർഹമാണ് ഗാന്ധാരി. ആ നടത്തിപ്പ് ശരിയല്ല. ആ മകനടക്കം നിന്ദ്യനാണ്, ഗർഹ്യനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ശമാർത്ഥം വാക്യമബ്രവീത്. ഞാൻ പെറ്റതാണല്ലോ, വളർത്തിയതാണല്ലോ. അപ്പം അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കാര്യം എൻ്റെ പുത്രനെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കാം. ഇനി ധരിപ്പിച്ചില്ല എന്ന് വെച്ചാൽ എന്തേ മിണ്ടാതെ ഇരുന്നതെന്ന് എനിക്ക് തോന്നും, ബാക്കിയുള്ളവരും പറഞ്ഞു എന്ന് വരാം. അപ്പോൾ പറയാനുള്ളത് പറയുക. ഒരു മനുഷ്യന് എപ്പോഴും മാറാമല്ലോ. മാറാനുള്ള അവസരം, മാറ്റം മണിക്കൂറുകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അല്ല വരിക. ക്ഷണം കൊണ്ട് മനുഷ്യന് മാറ്റം സംഭവിക്കാം. എപ്പോഴാണ് മനസ്സിൻ്റെ മനസ്സാക്ഷി ഉണരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിഗർഹമാണ ഗാന്ധാരി ശമാർത്ഥം. അപ്പം ഗാന്ധാരിയുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? മകനെ വിളിച്ച് ഒരേ ഒരു കാര്യം പറയാനാണ്. നിങ്ങൾ വഴക്കടിക്കരുത്, കൃഷ്ണനെ വെറും കൈയോടുകൂടി പറഞ്ഞയക്കരുത്, നമ്മുടെ ഭാഗത്തുനിന്ന് പ്രക്ഷോഭമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാവരുത്, അവിടെ പോവരുത്. അതുകൊണ്ട് രണ്ടുപേരും കൂടി യോജിക്കണം, ശാന്തി, സമാധാനം, ശമം ഇത് ഉണ്ടാവണം. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഗാന്ധാരിക്ക്. അവരും വിചാരിച്ചിട്ടില്ല ഇവർ കൂട്ടത്തല്ലുണ്ടാവണം, യുദ്ധമുണ്ടാവണമെന്ന്. ദുര്യോധന നിബോധേദം വചനം മമ പുത്രക ഹിതം തേ സാനുബന്ധസ്യ തഥാ ആയത്യാം സുഖോദയം. ദുര്യോധന, നിന്റെ അമ്മ ഞാൻ പറയണത് നല്ലപോലെ കേട്ട് മനസ്സിലാക്കൂ. പറയുന്നതിന് മുൻപ് തന്നെ അമ്മ പറയണത് എനിക്ക് കേൾക്കണ്ട, നീരസമാണ്, എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അങ്ങനെയുള്ളൊരു മനോഭാവമരുത്. അമ്മയാണ് പറയണത് എന്ന് മനസ്സിലാക്കുക. അത് നിനക്ക് വിജ്ഞാനത്തിനാണ്, അറിവുണ്ടാവാനാണ്. വല്ലതും പറയല്ല, കാര്യം പറയാണ്. നിന്നെ ഉദ്ബുദ്ധനാക്കാൻ വേണ്ടി പറയുന്നതാണ്. വചനം മമ പുത്രക, നീ എൻ്റെ പുത്രനാണല്ലോ, ഞാൻ അമ്മയാണല്ലോ. അപ്പോൾ പുത്രൻ എന്ത് ചെയ്യുന്നതും നല്ലതോ ചീത്തയോ ആവട്ടെ, അത് അകലെ നിന്നെങ്കിലും അമ്മയുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കും, അതിന് സ്വാധീനം ഉണ്ടാവും. അപ്പം വല്ലോരും ചെയ്താൽ ഞാനല്ലേ ചെയ്യുന്നത്, അമ്മയ്ക്ക് എന്തു വേണമെന്ന് നീ ആലോചിക്കരുത്. ഈ പ്രസവിച്ച് വളർത്തുക രക്തബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശത്രുക്കളായാൽ പോലും അവരുടെ മനസ്സിൽ ആ രക്തബന്ധത്തിന് ഒരു ഇഫക്റ്റ്, ഒരു ഫലമില്ലാതെ കഴിയില്ല. പ്രകൃതിയുടെ വൈകാരികമായിരിക്കുന്ന ആ കൂട്ടനെയ്ത്ത് അത്രത്തോളമുണ്ട്. ഹിതം തേ സാനുബന്ധസ്യ, നിനക്കും നിന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും, ഈ കുടുംബത്തിനും കുലത്തിനും ആകെ സുഖമുണ്ടാവണം. ഇത്ര നാൾ നീ വേണ്ടതുപോലെ കിടന്നുറങ്ങിയിട്ടില്ലല്ലോ. ചെറുപ്പകാലം മുതൽക്ക് സൗഖ്യം സുഖത്തോടു കൂടി ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടോ എൻ്റെ പൊന്നുമോനെ? ഉറങ്ങിയിട്ടില്ല. ഇവിടുന്ന് അങ്ങടെങ്കിലും നിനക്ക് ശേഷം കാലം സുഖമായിട്ട് കിടന്നുറങ്ങണം. അതിന് സാധിക്കണം. നിന്റെ മനസ്സിൽ ഒരു സുഖോത്സവം തന്നെ ഉണ്ടാവണം. അതാണ് എൻ്റെ ഉദ്ദേശം. പറയുന്നത് വേണ്ടതുപോലെ കേട്ട് അനുസരിക്കുന്ന പക്ഷം സുഖമില്ലാതെ ഇരിക്കില്ല. നേരെ മറിച്ച് അനുസരിക്കാതെ ഇരുന്നാലോ ഉണ്ടാവാൻ പോകുന്നത് കഠിനമായ, അതികഠിനമായിട്ടുള്ള ദുഃഖമാണ്. ദുര്യോധന നിബോധേദം വചനം മമ പുത്രക ഹിതം തേ സാനുബന്ധസ്യ തഥായത്യാം സുഖോദയം, തഥായത്യാം സുഖോദയം. ഗാന്ധാരി പറയാണ്, ദുര്യോധന യദാഹത്വാം പിതാ ഭരതസത്തമ ഭീഷ്മോ ദ്രോണഃ കൃപ ക്ഷത്ത സുഹൃതാം കുരു തദ്വചഃ. എനിക്കിനി നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനൊന്നുമില്ല. ദുര്യോധന യദാഹത്വാം പിതാ ഭരതസത്തമ. ഹേ ഭരതസത്തമ, അഭിസംബോധന ചെയ്യുക. ഭരതന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്, ആകണം, ഇപ്പം ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ എന്തു വേണം? യദാഹത്വാം പിതാ, സ്വന്തം അച്ഛൻ നിന്നോട് എന്തു പറഞ്ഞു നിനക്കറിയാം. അച്ഛൻ മാത്രമല്ല, ഭീഷ്മോ ദ്രോണഃ കൃപഃ ക്ഷത്ത,
സുഹൃതാം കുരു തദ്വചഃ. നിന്നോട് മാറി മാറി ഓരോരുത്തരും സംസാരിച്ചു. അച്ഛൻ സംസാരിച്ചു, ഭീഷ്മ പിതാമഹൻ സംസാരിച്ചു, ദ്രോണൻ സംസാരിച്ചു, കൃപാചാര്യനും വിദുരനും സംസാരിച്ചു. ഇവരെല്ലാവരും നിന്നോട് പറഞ്ഞത് വഴക്കടിക്കാനല്ല, കൃഷ്ണനെ സമാധാനത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാതെ ദേഷ്യപ്പെടുത്തി പറഞ്ഞയക്കാനല്ല അവിടെ തീരുമാനമുണ്ടായത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവർ പറഞ്ഞു തന്നത് എന്തോ, സുഹൃതാം കുരു തദ്വചഃ. ഇവരെല്ലാവരും നിൻ്റെ ശത്രുക്കളല്ലല്ലോ, നിൻ്റെ ജീവിതത്തിൽ കണ്ണുകടിക്കുന്നവരല്ലല്ലോ, നിന്നോട് അസൂയയില്ലല്ലോ, മത്സരവും അവർക്കില്ലല്ലോ, നീ നന്നായി കാണണം എന്നാണ് ഇവരെല്ലാവരും വിചാരിക്കുന്നത്. അവിടെ ഗാന്ധാരിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ പറയുന്നത് നിൻ്റെ സുഹൃത്തായിട്ടാണ് പറയുന്നത്, ഹിതകാരികളായിട്ടാണ്. അപ്പം അവരെന്ത് പറഞ്ഞോ അത് വേണ്ടതുപോലെ അനുസരിക്കൂ. ദുര്യോധന യദാഹത്വാം പിതാ ഭരതസത്തമ ഭീഷ്മോ ദ്രോണഃ കൃപഃ ക്ഷത്ത സുഹൃതാം കുരു തദ്വചഃ. ഭീഷ്മസ്യ ച പിതുശ്ചൈവ മമ ചാപചിതിഃ കൃത ഭവേദ് ദ്രോണമുഖാനാം ച സുഹൃതാം ശാമ്യതാ ത്വയാ. ഭീഷ്മസ്യ ച പിതുശ്ചൈവ മമ ച അപചിതിഃ കൃത. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുരുവംശത്തിൽ ജനിച്ച കാലം മുതൽക്ക് അതിനു മുൻപ് ഈ ഹസ്തിനപുരം സിംഹാസനത്തെയും ഈ കുലത്തെയും പരിപാലിച്ചു കൊണ്ടുവന്ന ആള് ഭീഷ്മ പിതാമഹനാണ്. ഇതിൻ്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് ആ മുത്തശ്ശൻ നൈഷ്ഠിക ബ്രഹ്മചര്യം അച്ഛന് വേണ്ടി സ്വീകരിച്ചത്. അത്രയധികം ത്യാഗമൂർത്തിയാണ്. ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് കഴിക്കാതെ ഇരുന്നു. ആ കഴിക്കാതെ ഇരുന്ന അന്ന് മുതൽക്ക് ഈ കുരുസിംഹാസനത്തോടും കുരുവംശത്തോടും അദ്ദേഹത്തിനുള്ള ആ സ്ഥായിയായ സ്നേഹം ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് നിനക്ക് വലിയ കടപ്പാടും കൂറുമുണ്ട്, വലിയൊരു കടനുണ്ട്, ഋണബാധ്യതയുണ്ട്. ചെറുപ്പകാലം മുതൽക്ക് നിങ്ങളെ എല്ലാവരെയും മടിയിലിരുത്തി താലോലിച്ച് ചെറിയ ചെറിയ ചോറ്റുരുള തന്ന് വളർത്തിയിട്ടുള്ള ആളാണ് ഈ മുത്തശ്ശൻ. ഭീഷ്മശ്ച പിതുശ്ചൈവ മമ ച അപചിതിഃ കൃത. അതുപോലെ നിനക്കൊരച്ഛനുണ്ട്, അച്ഛനില്ലാതെ ഒരാളുമില്ല, മക്കളുണ്ടാവില്ല. മക്കളെന്ന് പറഞ്ഞാൽ അച്ഛനാണ് മുമ്പ്, പിന്നെ ആ മക്കൾ ജനിക്കുന്നത്. അതുമാതിരി ഞാൻ നിൻ്റെ അമ്മയാണ്. കണ്ണ് കെട്ടിയിട്ടാണ് കഴിഞ്ഞുകൂടണേന്നുണ്ടെങ്കിലും നീ മനസ്സിലാക്കണം, അച്ഛൻ കുരുടനാണ്, കണ്ണ് കാണില്ല എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് കെട്ടിയത്. അപ്പം ഞാനും ഉപായപ്പെട്ടവളല്ല എന്ന് നീ മനസ്സിലാക്കുക. എത്രത്തോളം പ്രതിബദ്ധതയുണ്ടെന്ന്, ഭാര്യാഭർത്തൃ ബന്ധം എത്രത്തോളം പ്രതിബദ്ധത പുലർത്തുന്നു ഞാൻ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇവരെല്ലാവരോടും നിനക്ക് വലിയ ഒരു കടപ്പാടുണ്ട്. ഇവരെ നീ എത്ര പൂജിച്ചാലും സത്കരിച്ചാലും അത് അധികമാവില്ല. ആരാധ്യനാണ് നിൻ്റെ ദൃഷ്ടിയിൽ. നീ എന്തു തന്നെ തുള്ളിച്ചാടിയാലും ആ തുള്ളിച്ചാട്ടമൊക്കെ സാധിക്കുന്നത് ഇവരുടെ പരിരക്ഷണത്തിലും ഇവർ നൽകിയിട്ടുള്ള ജന്മത്തിൻ്റെയും പേരിലാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരോടുള്ള കടപ്പാട്, അവരോട് നമുക്ക് തോന്നേണ്ടതായ ആ പ്രതിബദ്ധതയുണ്ടല്ലോ. ഭവേദ് ദ്രോണമുഖാനാം ച സുഹൃതാം ശാമ്യതാ ത്വയാ. ദ്രോണമുഖാനാം ച, പിന്നെ നിനക്ക് അസ്ത്രശസ്ത്ര വിദ്യ പഠിപ്പിച്ചു തന്നത് ദ്രോണാചാര്യനാണ്. ആ ദ്രോണാചാര്യൻ ഇപ്പോൾ എവിടെയാ? നമ്മുടെ പക്ഷത്തിലാണ് നിൽക്കുന്നത്, പാണ്ഡവപക്ഷത്തിലേക്ക് പോയിട്ടില്ല. അവർ ഇന്ദ്രപ്രസ്ഥത്തേക്ക് പോയപ്പോഴും ഇവരൊക്കെ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. എന്താ കാരണം? അവർക്ക് ഈ കുരുവംശത്തിനോടാണ് ആദ്യമേ മുതൽക്കുള്ള കടപ്പാടും കൂടും പ്രതിബദ്ധതയും ഇണക്കും. അപ്പം മക്കൾ തമ്മിൽ വേർതിരിഞ്ഞു എന്ന് പറഞ്ഞ് അവർ പക്ഷം പിടിക്കാൻ പോയിട്ടില്ല. എവിടെ ഇരുന്നോ അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരെ അച്ഛനമ്മമാരാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇവർക്ക് പക്ഷം മാറാമല്ലോ. പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ, വിഭീഷണൻ രാവണനെ വിട്ടുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഇവരോട് വലിയ ഒരു കടപ്പാട് നിനക്കുണ്ട്. ആ കടപ്പാടിന് വേണ്ടി നീ എത്ര ആരാധിച്ചാലും അവരെ തൃപ്തിപ്പെടുത്താലും അധികാവില്ല. ഭവേദ് ദ്രോണമുഖാനാം ച സുഹൃതാം ശാമ്യതാ ത്വയാ. നീ ശാന്തനാകുമെങ്കിൽ, ശമം സ്വീകരിക്കുമെങ്കിൽ, ഈ യുദ്ധം വേണ്ടെന്ന് വെച്ച് ഈ രക്തച്ചൊരിച്ചിലില്ലാതെ ശമം ദീക്ഷിച്ച് കൃഷ്ണനെ വേണ്ടതുപോലെ ഒരു സന്ധ്യയോടുകൂടി പറഞ്ഞയച്ചു എന്ന് വന്നാൽ ഇതൊരു വലിയ കാര്യമായി തീരും. ഞങ്ങൾക്കൊക്കെ പരമസന്തോഷമാണ്.
നേരെ മറിച്ചാ നീ ചെയ്തതെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ ഒരു കടപ്പാട് നിറവേറ്റാത്തവൻ എന്ന് കണക്കാക്കേണ്ടി വരും. ഭീഷ്മസ്യ ച പിതുശ്ചൈവ മമ ചാപജിധികൃത ഭവേദ്രോണമുഖാനാം ച സുഹൃദാം ശാമ്യതാ ത്വയാ നഹി രാജ്യം മഹാപ്രാജ്ഞ സ്വേന കാമേന ശക്യതേ അവാപ്തും രക്ഷിതും വാപി ഭോക്തും ഭരതസത്തമാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ മുഴുവൻ വായിച്ച് പഠിക്കേണ്ടത്. ശ്ലോകമായിട്ട് എഴുതിയെടുക്കണം. രാജ്യം ഭരിക്കാനുള്ളവർ എങ്ങനത്തവരാവണമെന്നാ. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്വത്തും സ്വാതന്ത്ര്യവും ഒക്കെ കുറവാണ്. വല്ല വിധത്തിലും ഇലക്ഷനിൽ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളാം എന്ന് വിചാരിക്കുന്നവരാവരുത്. ഭരണദൗത്യത്തിൽ ആ കസേരയിൽ കയറാൻ പോകുന്നവർക്ക് ആശയോ അമിതമായിരിക്കുന്ന ആവശ്യങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അതുണ്ടായാൽ സദ്ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ല. നഹി രാജ്യം മഹാപ്രാജ്ഞ സ്വേന കാമേന ശക്യതേ അവാപ്തും രക്ഷിതും വാപി ഭോക്തും ഭരതസത്തമാ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഞാൻ ഈ പറയണത് കേട്ടിട്ട് ഒരു 100 പേർക്കെങ്കിലും ആവേശം അവരുടെ ഉള്ളിലങ്ങോട്ട് കയറട്ടെ. നിങ്ങൾ നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹമാകണം നിങ്ങളെ തെളിക്കുന്നതും നയിക്കുന്നതും. വീട് കുട്ടികളും വീട്ടുമനുഷ്യരും അത് നിർത്തൂ. നാടിൻ്റെയും രാജ്യത്തിൻ്റെയും കുട്ടികളായി തീരൂ, പൗരന്മാരായി തീരൂ. ഒരാൾക്കും ഗൃഹപൗരത്വം എന്നൊരു പൗരത്വമില്ല. നമ്മുടെ ദേശപൗരത്വമേ നമുക്കുള്ളൂ. ആ ദേശസ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് വഴിഞ്ഞ് വെള്ളപ്പൊക്കം പോലെ അങ്ങോട്ട് ഒഴുകട്ടെ. നഹി രാജ്യം സ്വേന കാമേന ശക്യതേ. മനസ്സിലെ ആശയും ആവശ്യവും ധാരാളം വളർത്തിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു രാജ്യം അവാപ്തും രക്ഷിതും വാപി, ഒരു രാജ്യം നേടാനോ രക്ഷിക്കാനോ ഭോക്തും വാപി അനുഭവിക്കാനോ സാധിക്കില്ല. സിംഹാസനത്തിലിരിക്കും, പരമസന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. സൗഖ്യം ധാരാളം വേണം, ആഹ്ലാദം, തൃപ്തി. അതിന് പകരം ആ സിംഹാസനത്തിൽ ഇരുന്ന് മനസ്സ് പ്രക്ഷുബ്ധമായി എന്നുണ്ടെങ്കിൽ ആ സിംഹാസനത്തിൻ്റെ സോഫയൊന്നും നമ്മുടെ തൊലിക്കൊന്നും ഒന്നും ആവില്ല. അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിയന്ത്രിത മനസ്സ് വേണം, അതിസുന്ദരമായ മനസ്സ് വേണം, ധന്യമായ മനസ്സ് വേണം. പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി രാജാവിന് എന്തും ചെയ്യാം. പക്ഷേ തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യരുത്. അവരെ വളർത്തിക്കൊണ്ടുവരിക. അവരിൽ ഒരാൾ രാജാവാണെങ്കിൽ ആകട്ടെ, അതിനുള്ള യോഗ്യത അവർ തന്നെ വളർത്തിയെടുക്കണം.